ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് ചലിച്ചെടുത്തതാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊരു ചൂട് തട്ടിയാൽ മതി. അതിലൊരു സ്മെൽ ചെറുതായിട്ട് വരും. ആ മണം വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിയാണ്ട് നോക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടുവായതും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതേ പാനിലേക്ക് ഞാൻ 1 കപ്പ് ചുരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൽ ആ വറുത്തതും എടുത്ത് ഞാൻ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഇവിടെ ജാംഗരി 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കാം. അപ്പോൾ ഇതിൽ പൊടിയിൽ തന്നെ മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ 3/4 കപ്പാണ് ചേർക്കുന്നത്. ഇത് നല്ല മധുരം കിട്ടും. ഇനി കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർക്കാം. ഇതിപ്പോൾ നല്ല തിളച്ച് വന്ന ശേഷം അത് ഞാൻ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ച ജാംഗരിയുടെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറിയിട്ട് ചെയ്യരുത്. ആ വെള്ളം ചൂടോടുകൂടി തന്നെ നമ്മളതിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചൊഴിച്ച് നമ്മളത് ഫുള്ളായിട്ട് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിന് ശേഷം കുറച്ച് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ കയ്യിൽ നിങ്ങളുടെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ലഡു പോലെ പിടിച്ചെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ കയ്യിൽ നെയ്യ് തൊട്ട ശേഷം ഇത് ഉരുണ്ട പിടിച്ചെടുക്കാം. ഇതേപോലെ ഉരുണ്ട പിടിച്ചെടുക്കുക. ഇതിലുള്ള മാവെല്ലാം ഇതേപോലെ ഉരുണ്ട പിടിച്ചെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ഇപ്പോൾ തേങ്ങയും അമൃതം പൊടിയും വെല്ലവും ഇതെല്ലാം നോർമൽ എല്ലാ വീട്ടിലും ഉള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.